ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കുമായിട്ടാണ്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ ഇവിടെ കവറിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ബിസ്ക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 14 ചെറിയ പാക്ക് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലൊരു പാക്കിൽ 4 എണ്ണം വീതമുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇത് 56 ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സി നന്നായി തുടച്ചെടുക്കണേ, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് അതിലേക്കിടാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരമൊക്കെ ആയാൽ നല്ലതല്ലേ, കുറച്ച് വേണം കേക്കിന്, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി എന്തായാലും മധുരം ഉണ്ടാവും ബിസ്ക്കറ്റിന്, എന്നാലും നമുക്ക് കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 400 ml പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചായി ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമ്മൾക്ക് വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബാറ്ററിയിലേക്ക് എടുത്തതിൽ കുറച്ച് പാല് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇനി നമ്മൾക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും ഉള്ള ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 20 സെൻറ്റിമീറ്റർ വരും. ഈ മോൾഡിലേക്ക് നമ്മൾക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നെയ്യ് ആയാലും ഓയിലായാലും ഒന്നും കുഴപ്പമില്ല. ഇനി നമ്മൾക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തും കൂടിയിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ റിബൺ പരുവത്തിൽ വീഴുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് മുട്ടിക്കൊടുക്കുന്നത്.
അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് നമുക്ക് ബാറ്റർ ഇറക്കി വെക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് ബാറ്ററും കൂടി ഇറക്കി വെക്കാം. നമ്മൾ കുക്കർ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷമാണ് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കറിൻ്റെ ലിഡ് കൂടി ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇടരുത് കേട്ടോ, വെയിറ്റ് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിച്ച് 35 മിനിറ്റ് വരെ നമ്മൾക്ക് കേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. 35 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കേക്ക് കറക്റ്റായി കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഈർക്കിലോ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ബാറ്റർ അതിൽ ഒട്ടി വരുന്നില്ലെങ്കിൽ കറക്റ്റ് കുക്കായി എന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്, വേഗം ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.